അപ്പം ഇങ്ങനെയാണ് സിനിമ, ഞാൻ പുതിയൊരാളാണ്, അപ്പം ഇങ്ങനെയാണ് സിനിമ എന്നാണ് അവർ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത്. ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരുമ്പം പലരും ഇങ്ങനത്തെ ദുരനുഭവങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴാണ് ഓക്കെ നമ്മളും ആ ഇൻജസ്റ്റിസിന് കീഴിലായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് അപ്പോഴാണ്. അപ്പോൾ എന്താ പറയുക, ഇപ്പം നമുക്ക് ഇപ്പം ഒരു സിനിമയിൽ കയറുമ്പോൾ ഇനി അങ്ങനെ വരുമ്പോഴത്തേക്കിനും സൗണ്ട് റേസ് ചെയ്യാനുള്ള ഒരു സ്പേസാണ് കിട്ടുന്നത്. നമ്മൾ ചെയ്യുന്നതിൽ തെറ്റില്ല, നമ്മൾ ചോദിക്കുന്നതിൽ തെറ്റില്ല. അതിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെടുവാണെങ്കിൽ ഇപ്പം പറയാനും നമുക്കത് ഷെയർ ചെയ്യാനും ഒരു കൂട്ടം ആൾക്കാർ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഫീലാണ് കിട്ടുന്നത്. പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അങ്ങനെ വല്ല ഫീൽ ഉണ്ടായിരുന്നു? അങ്ങനെ പവർ ഗ്രൂപ്പ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല, പക്ഷെ ഒരു ഡോമിനേഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മേ ബി ഒരു എന്താ പറയുക, ഇന്ന ഡയറക്ടർ അല്ലെങ്കിൽ ഇന്ന ആക്ടർ, ആ ഒരു ഡോമിനേഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. എനിക്ക് പേരുകളൊന്നും പറയാനോ ഒന്നിനും താല്പര്യമൊന്നുമില്ല, പക്ഷേ ഇറ്റ്സ് ദർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ രേഖ പോലുള്ള മികച്ച സിനിമയുടെ ഒക്കെ ഭാഗമായിരുന്നു. അപ്പം സ്ത്രീകൾക്ക് പൊതുവെ പുരുഷന്മാരുടെ ഒരു അത്തരത്തിൽ അങ്ങനെ ഇൻഡസ്ട്രിയിൽ എന്താണ് അതിൻ്റെ ഒരു സ്ത്രീ എന്ന നിലയിൽ മനസ്സിലായില്ല. സ്ത്രീപക്ഷം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരു അർഹിക്കുന്ന പ്രാധാന്യം കിട്ടുന്നില്ല, അതേസമയം പുരുഷന്മാരുടെ ഒരു ആധിപത്യം എന്ന തരത്തിൽ ഉണ്ട്. അതെനിക്ക് തോന്നിയത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്കുണ്ടായ ഒരു ദുരനുഭവം എന്ന് പറയാൻ പറ്റില്ല, ലൈക്ക് ഒരു ഇൻജസ്റ്റിസ് അത് ചോദ്യം ചെയ്തപ്പം എനിക്ക് തിരിച്ചു വന്ന അവർ ചോദിച്ച ചോദ്യതാണ്, വിൻസി സിനിമയിൽ വന്നിട്ട് വെറും 5 വർഷമായിട്ടുള്ളൂ, സിനിമ എന്താണെന്ന് വിൻസിക്ക് അറിയത്തില്ല, അത് ഇനിയും പഠിക്കാനിരിക്കുന്നേ ഉള്ളൂ. സോ ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, സിസ്റ്റം ഈസ് ലൈക്ക് ദിസ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടുന്നത്. ഇപ്പം കുറച്ചൊക്കെ ചോദ്യം ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഇവരൊക്കെ കൂടി തരുന്നുണ്ട്, അതിൽ പോകുന്നു. ഇനി അറിയത്തില്ല, റിപ്പോർട്ടിലെ കൂടുതൽ കാര്യങ്ങളൊക്കെ പുറത്തു വരണം എന്നുള്ളത് തന്നെയാണ് പുറത്തു വരണം. ഞാൻ എന്താ പറയുക, ഇപ്പം അമ്മ സംഘടന ഭയങ്കര ഇതിലാണ്, ഞാൻ അമ്മയിലും ഒരു സംഘടനയിലും ഇല്ല, എല്ലാം പുറത്ത് വരട്ടെ. അതുപോലെ എനിക്ക് ഫേസ് ചെയ്ത വേറൊരു ഇഷ്യൂ എന്ന് പറയുന്നത്, ചോദ്യം ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ ഈഗോ ഹേർട്ടാവുന്ന പല ഏരിയാസ് ഉണ്ട്. നമ്മൾ നമ്മുടെ റൈറ്റ്സ് ചോദിച്ച് വാങ്ങുമ്പം ഈഗോ ഹേർട്ടാവുന്നു, ഈഗോ ഹേർട്ടായി പല കഥകളാണ് പിന്നെ നമ്മളെ പറ്റി പറയുന്നത്, അതിലൂടെ സിനിമകൾ ഇല്ലാതെ ആവുന്നുണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ മറികടക്കും. പക്ഷേ ഇപ്പം ഫോർച്ചുനേറ്റ്ലി ഞാൻ മൂവി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, നവംബറിൽ അത് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുകയാണ്. സോ ഇപ്പോൾ പാർവതി ചേച്ചിയൊക്കെ പറഞ്ഞത്, ഇപ്പോൾ എനിക്കും ഓരോ ഇതിലും പറഞ്ഞത്, ഭയങ്കര ഇൻസ്പിറേഷനാണ് പുള്ളിക്കാരത്തി. പറയുന്നുണ്ട് നമുക്ക് എന്തൊക്കെ നിഷേധിക്കപ്പെട്ടാലും നമ്മളുടെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ അവസരങ്ങൾ ഇനിയും വരും, നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇനി സിനിമ നഷ്ടപ്പെടുവാണെങ്കിൽ തന്നെ ജീവിതം എന്ന് പറഞ്ഞൊരു സാധനം ബാക്കിയുണ്ട്, അത് ഞാൻ മര്യാദയ്ക്ക് ജീവിക്കും. മേ ബി ഇതും കൂടി എഫക്റ്റഡ് ആയിക്കൊണ്ടായിരിക്കും, കാരണം പല സ്ഥലത്തുനിന്നും പലതും ഞാൻ കേൾക്കുന്നുണ്ട്, എന്നെ പറ്റി തന്നെ ഞാൻ കേൾക്കുന്നുണ്ട്. എനിക്കതിന് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ഇന്നത് കേൾക്കുമ്പം എന്തെങ്കിലും നെഗറ്റീവ് എന്നെ പറ്റി കേൾക്കുമ്പം ഞാൻ ചോദിക്കുന്നവരോടൊക്കെ ഞാൻ എൻ്റെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഇനിയും ചോദ്യങ്ങൾ വരികയാണെങ്കിൽ എൻ്റെ കയ്യിൽ എല്ലാത്തിനുള്ള തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. സോ ഐ എം റെഡി ടു ഫേസ് ഇറ്റ്. ഈ ആരോപണ വിധേയരായ ആളുകൾ അവർ സ്ഥാനമാനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളൊരു നിലപാടാണ്. അതായത് ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ മുകേഷ് ഉൾപ്പെടെ MLA ആണ്, അത്തരത്തിൽ ആരും നിന്നിട്ട് വേണ്ട ഇതിനെയൊക്കെ നേരിടാൻ. അതിന് സത്യാവസ്ഥ എന്താണെന്ന് ഞാനും ബോധ്യപ്പെട്ടാലേ എനിക്ക് അതിന് വേണ്ടി കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സത്യം എന്തെന്ന് അറിയാതെ ഓക്കെ മുകേഷ് ചേട്ടനായാലും സിദ്ദിഖ് ഇവരൊക്കെ തെറ്റ് ചെയ്തു എന്നെനിക്ക് പറയാനും പറ്റില്ല. അതേപോലെ തന്നെ ഈ ഇരകൾ എന്ന് പറയുന്നവർ, അവരത് ആ കാര്യങ്ങൾ തുറന്ന് പറയുമ്പോൾ ഇവർ വ്യാജമാണ് പറയുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സത്യം എന്താണോ അത് തെളിയിക്കപ്പെടട്ടെ. എന്ന് തെറ്റാരുടെ ഭാഗത്താണോ ഉള്ളത് അത് മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും സിനിമാക്കാർക്കും ബോധ്യപ്പെടണം. അതിനെ ആവർത്തിക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ.